അമ്മേ ശരണം, ദേവീ ശരണം. സകല ദുഃഖങ്ങളും ദുരിതങ്ങളും അമ്മയുടെ മുന്നിൽ സമർപ്പിക്കുക. മനസ്സറിഞ്ഞ് സമർപ്പിക്കുക. എല്ലാം അമ്മ അറിയുന്നുണ്ട് എന്ന് നമ്മൾ നിത്യേന മനസ്സിലാക്കുക. അമ്മയോളം ആവില്ല ഈ ലോകത്തൊന്നും. അമ്മയ്ക്ക് പകരം വെക്കാനൊന്നുമില്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ മുന്നിൽ പല പ്രയാസങ്ങളും ഉണ്ടായിരിക്കും. ആ പ്രയാസങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ അമ്മയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം തന്നെ ധാരാളമാണ്. തുറന്നു പറയാൻ അമ്മയോടുള്ള മനസ്സ്, അത് നിഷ്കളങ്കമായ മനസ്സ് നിങ്ങൾ അമ്മയ്ക്ക് മുന്നിൽ പ്രകടമാക്കുക. മറ്റൊന്നും നോക്കണ്ട. പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ജീവിതത്തിൽ പല പരാജയങ്ങളുണ്ട്. അതിനെല്ലാം ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ അമ്മയെ ആശ്രയിക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞില്ലേ, അമ്മയോളം ഈ ഭൂമിയിൽ ഒന്നും വരില്ല. ആ അമ്മ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാതിരിക്കില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റ് പൊറുക്കണേന്ന് പ്രാർത്ഥിച്ച് തെറ്റുകൾ ആവർത്തിക്കാതെ മുന്നോട്ട് പോവുക. എല്ലാവിധ അനുഗ്രഹങ്ങളും അമ്മ നീട്ടിത്തരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ആ പാത്രം, നിഷ്കളങ്കമായ ആ പാത്രം നല്ല വൃത്തിയുള്ള പാത്രമാകണമെന്നേ ഉള്ളൂ. കളങ്കങ്ങൾ ഉണ്ടാവരുത്. കളങ്കം നിറഞ്ഞൊരു മനസ്സിലേക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ അത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയില്ല. നിറഞ്ഞ സ്നേഹത്തോടെ അമ്മയോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. അമ്മ അനുഗ്രഹം തരും, തീർച്ച.